2000 വർഷമായി ദൈവത്തിന്റെ ആത്മാവ് സഭയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ഈ തിരുസഭാ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വലിയ ആനന്ദമുണ്ടാകും. എന്തുമാത്രം പ്രതിസന്ധികളാണ് സഭ നേരിട്ടിട്ടുള്ളത്. സഭയെ തകർത്ത് കളയുവാൻ ഓരോ കാലത്തും പിശാചുയർത്തിയ ചില പോരാട്ടങ്ങൾ. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവിന്റെ ആത്മാവ് സഭയെ കരം പിടിച്ച് നയിച്ച അനുഭവങ്ങളാണ് സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സഭാ പിതാക്കന്മാരെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചു. അസാധാരണമായി ദൈവിക ജ്ഞാനം പകർന്ന് ചില പാഷണ്ഡതകളെ, സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായ പ്രബോധനങ്ങളെല്ലാം ഈ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ വഴി ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളഞ്ഞു. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി, തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഈ സമയങ്ങളിലെല്ലാം തീനാവുള്ള പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് സമ്മാനിച്ചു. ചില വിശുദ്ധാത്മാക്കളിലൂടെ കൃത്യമായ കർത്താവിന്റെ ആലോചന കൊടുത്ത് തിരുസഭയെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി. ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങള് തിരുസഭാ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ഇതേ ഒരു വിഷൻ തന്നെയാണ് യോഹന്നാന് കർത്താവ് കൊടുത്തത്. സഭയുടെ മധ്യേ മഹത്വപൂർണനായി കർത്താവ് നിൽക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, സഭയുടെ മധ്യേ കർത്താവ് ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സഭയെ തകർക്കുവാനോ തിരുസഭയെ ക്ഷയിപ്പിക്കുവാനോ സാധിക്കുകയില്ല. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം വരെ ഇത് സംഭവിക്കുമെന്നതിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണം.